ഹായ് ഗൈസ്, അപ്പോൾ എന്തിതാ ബീഫ് ഉണ്ടാക്കുന്ന പരിപാടിയിലാട്ടോ. അപ്പോൾ ഞാനിതാ 1 കിലോ ബീഫ് നെറ്റിൻ്റെ പാത്രത്തിൽ വെള്ളം കഴുകിയിട്ട് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക കേട്ടോ. ഇത് ഒരു കട്ട് ചെയ്ത് തന്ന ബീഫാട്ടോ. അപ്പോൾ നമുക്ക് ജോലി എളുപ്പമായി. അപ്പോൾ അതിനേക്ക് ഞാൻ ബീഫ് വരട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാനിതാ എടുത്തിട്ടുള്ള വെജിറ്റബിൾസും ഗരം മസാല പൊടി മസാലകളൊക്കെ കേട്ടോ. ഇത് ഇപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചെറിയ ഉള്ളി വാങ്ങിയിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി. പക്ഷേ ഇത് വഴറ്റാൻ മാത്രം മതി കേട്ടോ. കറിയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. കുക്കറിലേക്ക് വേവിക്കുന്ന ടൈമിൽ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അത് വലിയുള്ളി 2 എണ്ണം എടുത്തിട്ടുണ്ട്. തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി. ഇത് ആവശ്യമില്ല. ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്താട്ടോ. തക്കാളി ഇല്ലാതെയും വരട്ടാൻ പറ്റും. അപ്പോൾ 2 വലിയുള്ളിയും 2 തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും മറ്റേ മല്ലിച്ചപ്പും അരിഞ്ഞ് വെച്ചത്. പിന്നെ പൊടി മസാലകൾ മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ. കുരുമുളക് പൊടിയാണ് അത്യാവശ്യം എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, ഉലുവ, ഗരം മസാല, ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. കല്ലുപ്പ് പൊടിക്കണം. കുരുമുളക് ഞാനിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് മുമ്പായിട്ട്. അത് ഇവിടെ പൊടിച്ചതാട്ടോ. ഇവിടെ ഉണ്ടായ കുരുമുളക് ഉണക്കി പൊടിച്ചതിൻ്റെ ആണ്. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത കുറച്ച് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ ആവശ്യങ്ങൾക്ക്. അപ്പം മൊത്തത്തിലെല്ലാം കൂടെ പൊടിച്ചിട്ടില്ല. പിന്നെ ബീഫ്, പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചു. സാധാരണ എല്ലാവരും ചിലരൊക്കെ മിക്സിയിൽ ചതച്ചെടുക്കും. ഞാൻ എൻ്റെ ഇടിക്കല്ലുണ്ട്, ഇടിക്കല്ലിൽ ഇത് ചെയ്തെടുക്കും. പിന്നെ ഇതെല്ലാം കൂടെ കുക്കറിലിട്ടിട്ട്, ഇവിടെ ഒരു ചെറിയ കുക്കറുണ്ട്, കുക്കറിലിട്ടിട്ട് എല്ലാം കൂടെ മിക്സാക്കി കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് ഒരു 5-6 വിസിലാവുന്ന വരെ ഗ്യാസിൽ വെച്ച് വിസിലടിച്ചതിന് ശേഷം ഇറക്കി വെച്ചതിന് ശേഷമാണ് ഈ ചെറിയ ഉള്ളി 4ആയി കീറിയിട്ട് അത്യാവശ്യം നല്ല വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് ബീഫ് അതിൻ്റെ അകത്തേക്ക്, ബീഫ് നമ്മളിപ്പോൾ വേവിച്ച് വെച്ച ബീഫ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് മിക്സാക്കി നല്ലോണം അതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റിച്ചെടുത്തിട്ട് ഉണക്കി എടുക്കുന്നതാണ് ബീഫ് വരട്ടിയത്. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ അധികം കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നോ ഞാനിത് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ടൈമും കിട്ടിയിട്ടില്ല. കാരണം ജോലിക്ക് പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പിന്നെ വീട്ടിൽ വന്ന ഭക്ഷണം അത് ഉണ്ടാക്കണം. ഞാൻ തനിച്ചായതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തിരക്കിലായതുകൊണ്ടും ആളിപ്പോഴൊന്നും ടൈം കിട്ടാഞ്ഞത് ഇതൊന്നും ഉണ്ടാക്കാൻ. ഇപ്പോൾ എന്നോ ഉണ്ട് വീക്ക് ഓഫ്, മാസത്തിൽ 4 വീക്ക് ഓഫ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇന്നൊരു 2ാമത്തെ വീക്ക് ഓഫാണ്. മൺഡേ 10-ാം തീയതിയാണെന്ന് തോന്നുന്നുണ്ട്. ഇന്നാണ് ലീവ് എടുത്തത്. അപ്പോൾ ഈ ലീവിൽ കിട്ടിയ ലീവിൽ ഇതിപ്പോൾ റംസാൻ്റെ മാസം കൂടാണല്ലോ. അപ്പോൾ നോമ്പ് തുറേൻ്റെ ടൈമിലേക്ക് പത്തിരീൻ്റെ കൂടെ കഴിക്കാനും കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ 1 കിലോ ബീഫൊക്കെ ഒരു ദിവസം കൊണ്ട് തീരുമോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും തീർക്കാൻ പറ്റൂല ഗൈസ്. അപ്പം ഞാൻ ആനക്കുട്ടിയൊന്നുമില്ല, എന്നാലും കഴിക്കും. പക്ഷേ ഞാനിത് ചൂടാക്കി 2, 3, 4 ദിവസം കൊണ്ടേ കഴിച്ച് തീർക്കും. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്യും. ആരില്ലാത്ത സ്ഥിതിക്ക് ഇപ്പം ഞാൻ ഒറ്റക്കാട് കഴിക്കൽ. ഇപ്പോൾ മോളോളെ കല്യാണം കഴിച്ച വീട്ടിലാണ്. പിന്നെ മരുമോന് ഇവിടെ ഇല്ല, അവിടെ ഒമാനിലുമാണ്. അപ്പോൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ. അപ്പം എനിക്ക് കിട്ടിയ ടൈമിൽ ഇത് ഉണ്ടാക്കിയതാണ്. അപ്പം അതിന് കൂടെ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബീഫ് ഉണ്ടാക്കാൻ പോകുന്ന തയ്യാറെടുപ്പ്. അപ്പം ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ചെയ്യുക, അല്ലെങ്കിൽ അതായിട്ട് വേറൊരു വീഡിയോ ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ അറിയണമെന്നൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മുഴുവനാക്കട്ടെ, എന്നിട്ട് ഇത് തീർത്തിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ആക്കാൻ കഴിയുകയാണെങ്കിൽ ആഡ് ആക്കിയിട്ടും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ജോലിയിലേക്ക് തിരിയട്ടെ. ടാറ്റാ ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണട്ടോ, ലൈക്ക് ചെയ്യട്ടോ, കമൻറ്റ് ചെയ്യേ, ഷെയറും ചെയ്യട്ടോ. അപ്പോൾ കാണാം. ബൈ.